എല്ലാവർക്കും VMS വേൾഡിലേക്ക് സ്വാഗതം. ശശി തരൂരുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പറയാനാണ് ഞാനിപ്പം വന്നത്. ശശി തരൂർ, കോൺഗ്രസ്സുകാരനായ ശശി തരൂർ. പക്ഷേ ശശി തരൂറിന് അർഹിച്ച പദവി അല്ലെങ്കിൽ അർഹിച്ച അംഗീകാരം കോൺഗ്രസ്സിൽ നിന്ന് കിട്ടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ സംശയമാണ്. ഇത്രയും അറിവുള്ള, ഇത്രയും വിവരമുള്ള, വിദ്യാഭ്യാസമുള്ള ഒരാൾ കോൺഗ്രസ്സിൽ ഇപ്പോഴും ഒന്നുമല്ലാതെയാണ് നിൽക്കുന്നത്. അദ്ദേഹത്തിന് കോൺഗ്രസ്സുകാർ തന്നെ തഴഞ്ഞിരിക്കുകയാണ്. വേണ്ടപ്പെട്ട പദവി നൽകിയിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ അദ്ദേഹത്തിന് തന്നെ തോന്നി, ഇനി ഞാൻ ഇവിടെ നിന്നിട്ട് എന്താണ് കാര്യം. അപ്പോൾ അദ്ദേഹം നോക്കിയപ്പോൾ അദ്ദേഹത്തിന് പ്രവർത്തിക്കാൻ പറ്റിയ ഒരു മേഖല എന്ന് പറയുന്നത് BJP ആണ്. അങ്ങനെ BJPയിലോട്ട് പോകാൻ തയ്യാറെടുക്കുകയാണ് ശശി തരൂർ. പോയിട്ടില്ല, പോകാൻ സാധ്യതകളുണ്ട്. അങ്ങനെ ഒരു പക്ഷേ ശശി തരൂർ BJPയിലോട്ട് വന്നാൽ BJPക്ക് കേരളത്തിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാകുമോ എന്ന് ചോദിച്ചാൽ ഉണ്ടാവാൻ സാധ്യത ഉണ്ട്. കാരണം ശശി തരൂർ എന്ന് പറയുന്നത് നല്ല ഒരു നേതാവാണ്. അറിവും വിജ്ഞാനവുമുള്ള ഒരു നേതാവ് തന്നെ BJPയിലോട്ട് പോകുമ്പോൾ സ്വാഭാവികമായി കോൺഗ്രസ്സിലുള്ള ചില അണികളെങ്കിലും BJPയിലോട്ട് പോകാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ 2026 ഇലക്ഷൻ ഒരു പക്ഷേ BJPക്ക് കുറച്ചുകൂടി അനുകൂലമായി ഇരിക്കും. അതായത് സർക്കാർ ഉണ്ടാക്കും എന്നൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷേ വിജയിക്കാനുള്ള സാധ്യതകൾ കൂടും. തിരുവനന്തപുരത്തും അതുപോലെ മറ്റ് മേഖലകളിലെല്ലാം ഒരു പക്ഷേ BJP മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ശശി തരൂരിനെയാണ് നിർത്തുന്നത് എങ്കിൽ എങ്ങനെയായിരിക്കും 2026 ഇലക്ഷൻ ഒന്ന് ആലോചിച്ച് നോക്കുക. ഒരു പക്ഷേ വിജയിക്കാനും സാധ്യതകളുണ്ട്. അപ്പം ഇതൊക്കെ മുന്നിൽ കണ്ടാണ് നരേന്ദ്രമോദി ശശി തരൂരിനെ ഇപ്പം കൂട്ടുപിടിച്ചിരിക്കുന്നത്. പിന്നെ മറ്റൊരു കാര്യം, ശശി തരൂരിനെ സംബന്ധിച്ച് ഇപ്പം ഈ 4 ദിവസങ്ങൾക്ക് മുമ്പ് ഇന്ത്യയുടെ ഉപരാഷ്ട്രപതി ജഗദീപ് ധനകർ രാജിവെച്ചു. ആരോഗ്യ കാരണങ്ങൾ കൊണ്ടാണ് രാജി എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ അതാണോ കാര്യം എന്നുള്ളത് അറിയില്ല. എന്തെന്നാൽ ഇപ്പോൾ ഒരു ഉപരാഷ്ട്രപതി ഇന്ത്യയിലില്ല. ഇനി വരാൻ പോകുന്നത് ഇലക്ഷൻ വഴിയായിരിക്കും, രാജ്യസഭ ഇലക്ഷൻ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ശശി തരൂർ ആവാൻ സാധ്യത ഉണ്ടോ എന്നുള്ള ഒരു കാര്യവും ഇപ്പം തെളിഞ്ഞു വരുന്നുണ്ട്. ഒരു പക്ഷേ അടുത്ത ഉപരാഷ്ട്രപതിയായി ശശി തരൂർ വരാനും സാധ്യതകളുണ്ട്. കാരണം മോദിക്ക് ശശി തരൂർ ഒരു പ്രിയപ്പെട്ട ഒരാളാണ്. അതുകൊണ്ടാണ് അദ്ദേഹം ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ സമയത്ത് കോൺഗ്രസ്സുകാർ കൊടുത്ത പേരിൽ ശശി തരൂർ ഇല്ല, എന്നിട്ട് പോലും മോദി ഡയറക്റ്റ് ശശി തരൂറിനെ വിളിച്ചത്. അപ്പം മാത്രമല്ല ശശി തരൂർ എന്ന് പറയുന്ന ഒരാൾ വിദേശകാര്യം, അദ്ദേഹത്തിന് ഫോറിനൊക്കെ ആയിട്ട് നല്ല അടുപ്പമുണ്ട്. ഫോറിനുമായി ഇൻട്രാക്ട് ചെയ്യാനൊക്കെ അദ്ദേഹത്തിന് ഒരു പ്രത്യേകത കഴിവാണ്